ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കടുത്ത നടപടിക്കൊരുങ്ങി ദേശീയ വനിതാ കമ്മീഷൻ. പരാതിക്കാരിൽ നിന്ന് നേരിട്ട് മൊഴിയെടുക്കാൻ കമ്മീഷൻ അംഗം ഡെലീന കോങ്ഡപ്പ് ഇന്ന് കേരളത്തിലെത്തും. സംസ്ഥാന വനിതാ കമ്മീഷനുമായി ആശയവിനിമയം നടത്തും. എന്ന് നടപടി സ്വീകരിക്കാനും സർക്കാർ തയ്യാറാണെന്നും അന്തിമ തീരുമാനമെടുക്കേണ്ടത് കോടതിയാണെന്നും സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. അതിന്മേൽ ഏത് നടപടിയും ഏത് സർക്കാർ ഇതര സംവിധാനങ്ങൾക്ക് സ്വീകരിക്കാൻ തയ്യാറാണെന്ന് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തേക്കൊന്നുമില്ലല്ലേ. ഉമേഷ് ബാലകൃഷ്ണന്റെ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഉമേഷ്, എപ്പോഴാണ് ഡെലീന കോങ്ഡപ്പ് എത്തുന്നത്? മൊഴിയെടുക്കലിന്റെ സ്വഭാവം ഏത് വിധത്തിലായിരിക്കും? എന്തൊക്കെയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം? വൈകിട്ടോടുകൂടി ഡെലീന കോങ്ഡപ്പ് തിരുവനന്തപുരത്തെത്തി ഇന്ന് ഗസ്റ്റ് ഹൗസിലായിരിക്കും ഉണ്ടാവുക. ഇന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവുമായുള്ള കൂടിക്കാഴ്ചയുണ്ട്. അതിൽ പ്രധാനമായി ഇവിടെ വനിതാ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ, ഒപ്പം വനിതാ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ എന്നിവയായിരിക്കും ചോദിച്ച് മനസ്സിലാക്കുക. എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട നിർണായകമായ ഇടപെടൽ ദേശീയ വനിതാ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനം. പ്രധാനമായി ഇരകളാക്കപ്പെട്ടവരുടെ അടക്കം മൊഴിയെടുക്കാനാകുമോ എന്നുള്ളതാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. തിരുവനന്തപുരത്തെത്തി വിവിധ വനിതാ സംഘടനകളുമായി കൂടിക്കാഴ്ച നടത്തും. വിവിധ പരാതികൾ കേൾക്കും. നേരിട്ട് പരാതികൾ കേൾക്കാനുള്ള തയ്യാറെടുപ്പോടുകൂടിയാണ് തിരുവനന്തപുരത്ത് എത്തുന്നത്. അതിനുശേഷമായിരിക്കും മറ്റ് നടപടികൾ, ഏതെങ്കിലും രീതിയിലുള്ള ഇടപെടലുകളോ നടപടികളോ ഉണ്ടാവണമെങ്കിൽ അതിനുശേഷമായിരിക്കും ഉണ്ടാവുക. എന്തായാലും ഏറ്റവും നിർണായകമായി തിരുവനന്തപുരത്ത് ദേശീയ വനിതാ കമ്മീഷൻ അംഗം എത്തുന്നു. സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയുമായി സംസാരിച്ച് കൂടിയാലോചനകൾക്ക് ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് കിടക്കുക. ഇതുവരെ സംസ്ഥാന വനിതാ കമ്മീഷൻ എന്തെല്ലാം നടപടികൾ ഹേമ കമ്മിറ്റിയിൽ സ്വീകരിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വിശദമായി ചോദിച്ച് മനസ്സിലാക്കും. അതിനുശേഷമായിരിക്കും സ്വന്തം നിലയിൽ മൊഴിയെടുക്കൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നടക്കുക. വിവിധ വനിതാ സംഘടനകളുമായുള്ള ചർച്ചകളും തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള തുടർ പ്രതികരണങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാം. ബിനിൽ.